ാലും ഒരു കാര്യമില്ല. ആ ക്വാളിറ്റി ആദ്യം അതൊരിക്കലും നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന സാധനമല്ല. അതൊക്കെ നമ്മൾ ജന്മനാ കിട്ടേണ്ട കുറച്ച് സാധനങ്ങൾ. അതൊക്കെ ആ ഒരു ക്വാളിറ്റി പോലും കീപ്പ് ചെയ്യാൻ അറിയാതെ വന്നിരുന്നിട്ട് ഈ തോന്നിവാസം കാണിച്ചതിന് തീർച്ചയായിട്ടും കിട്ടണം. അതൊക്കെ ഈ കിട്ടുന്നതിനകത്ത് എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. ഞാൻ ആദ്യം സപ്പോർട്ട് ചെയ്തൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു ആ ഒരു കാര്യത്തിൽ. ഇവളെ സപ്പോർട്ട് ചെയ്തൊക്കെ ഈ ഒരു കാര്യത്തിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. സത്യം പറയാല്ല, ഇതുപോലെ നാറിയ കുറെ കളിയും കളിച്ചിട്ട് എനിക്ക് മെയിനായിട്ട് പറയാമല്ലോ, ഒരുത്തൻ്റെ റിലേഷൻഷിപ്പിൽ അവൻ്റെയൊക്കെ കാര്യത്തിൽ കാണിച്ച ഒരു മൂജിതരം ഉണ്ടല്ലേ, അതൊന്നും ഒരിക്കലും പൊറുക്കാൻ പറ്റത്തില്ല. ഒരിക്കലും പൊറുക്കാനും പറ്റത്തില്ല, ഇനിയോട്ട് ഒരിക്കലും ക്ഷമിക്കത്തുമില്ല. ഇവളുടെ റിയൽ ക്യാരക്ടറാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവളുടെ ഒരു സ്ട്രാറ്റജി അല്ല, അവളുടെ പുറത്തെ റിയൽ ലൈഫ് അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യന് സത്യം പറഞ്ഞാൽ അതിനകത്ത് ചെന്ന് അഭിനയിക്കുന്നതിനകത്ത് ഒരു പരിധിയുണ്ട്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം നമുക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റും. പിന്നെ നമ്മൾ കാണിക്കുന്ന പലതും നമ്മുടെ റിയൽ ആയിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത്. ക്യാമറ മറന്ന് പുറത്ത് വരുന്നതെല്ലാം ഒറിജിനലാണ്. അല്ലാതെ അതിനകത്ത് ഇനി ഒരു മാറ്റമില്ല. അവൾക്ക് ഉടനെ ഗബ്രിയെ കണ്ടിട്ട് ഗബ്രിയെ കെട്ടിപ്പിടിക്കണം. ഇതൊക്കെ എങ്ങനെ ആൾക്കാർ ഇതൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം. അപ്പം കമന്റ് ബോക്സിൽ എല്ലാവരും തീർത്ത് മെഴുകിയോ, എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ ആ മെഴുകുന്ന കമന്റുകൾ ഞാൻ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. അപ്പോൾ അളിയന്മാരും ധൈര്യമായിട്ട് മെഴുകിക്കോ. ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നതും ബുദ്ധിയും വിവരമുള്ള കുറേ ആൾക്കാരുണ്ട്, അവർക്ക് നല്ലോണം മനസ്സിലാക്കിക്കോളും. ഓക്കെ, അപ്പം ഇതിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക.